എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഫ്ലവർ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഒരു വള്ളിയൊക്കെ വെച്ചിട്ടുള്ളൊരു ടൈപ്പ് സ്കേർട്ടാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് അധികം തുണിയുടെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് തുണി മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫാബ്രിക് വേണം. ഇത് ഞാനിപ്പോൾ കോട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മീറ്റർ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അത്രയൊന്നും ആവശ്യം വരില്ല. പിന്നെ ഇലാസ്റ്റിക് വേണം. അത് ഞാൻ 16 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ മീറ്ററും സിസേഴ്സും വേണം. അപ്പോൾ ഇനി നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് തുണി മടക്കിയിടുക. നമ്മുടെ മടക്ക് വശം മുമ്പിൽ വരുന്ന രീതിയിൽ മടക്കിയിടുക കേട്ടോ. രണ്ടായിട്ട് തുണി മടക്കിയിടുക. ഇനി ഇതുപോലെ ഒരു എന്തെങ്കിലും അളവ് പാവാട എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇടുക. 1 ഇഞ്ച് ഗ്യാപ്പ് മുകളിലും താഴെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മുകളിൽ 1 ഇഞ്ചും താഴെ ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം ഇത് പഴയ പാവാടയാണ്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കുറച്ച് ലെങ്ത്ത് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ 1 ഇഞ്ചിനേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് അളവാണെങ്കിൽ 1 ഇഞ്ച് തന്നെ എടുത്തിട്ട് താഴെ കട്ട് ചെയ്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകൾ ഭാഗം, തുണിയുടെ മുകൾ ഭാഗം, അതായത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഭാഗമാണ്, അത് നമ്മൾ മടക്കിയെടുക്കുകയാണ്. അത് നമ്മൾ ആദ്യം തന്നെ ഒരു മടക്ക് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ ഒരു മടക്ക് കൊടുക്കുക. പിന്നെ ഒരു മടക്ക് കൂടി കൊടുക്കുക. ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഒരു മടക്ക് കൂടി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് മുകൾ ഭാഗം മടക്കിയെടുക്കേണ്ടത്. അത് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ മടക്കിയെടുക്കണം. അടിഭാഗം മടക്കിയെടുക്കണം. അത് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അടിഭാഗം മടക്കിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഒരു ചെറിയ മടക്ക് കൊടുത്തിട്ട് ഒരു മടക്ക് കൂടി കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 സൈഡും ഇതുപോലെ മടക്കി ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. അത് നമ്മൾ അരികെ ചേർന്ന് അടിച്ചു കൊടുക്കുകയാണ്. നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ചീത്ത വശത്താണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത്. ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശത്തല്ല, നല്ല ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതുപോലെ ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾ പാവാടയുടെ അരവണ്ണം വെച്ച് നോക്കി എത്രയാണ് വേണ്ടതെന്നുള്ളത് അതെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് മെഷർമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതൽ എടുക്കുക, അരവണ്ണം. എപ്പോഴും അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളൊരു പിൻ വെച്ചിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ അറ്റത്തെത്തുമ്പോൾ ഒരു പിൻ കൂടിയും തുണിയോട് ചേർത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് വലിക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോവാതിരിക്കാനാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ മുഴുവനായിട്ടും ഇലാസ്റ്റിക് നമ്മൾ കയറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ മൊത്തം ഇലാസ്റ്റിക് നമ്മൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞൊറി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇലാസ്റ്റിക്കിൻ്റെയും അറ്റം കൂട്ടി പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ
ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് അത് നമ്മൾ ഒന്നുകൂടി മടക്കി ആ ഭാഗം ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളി വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തുണിയുടെ തന്നെയാണ്. ഇതിപ്പോൾ 18 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മടക്കി കൊടുക്കുക. നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ തുണി അതിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 അറ്റം സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെ 2 അറ്റത്തും സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ല വശം തിരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല വശം തിരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പിന്നെ നിങ്ങൾ അറ്റത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഉള്ളിലോട്ടാക്കുക. എന്നിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുക. നമുക്ക് നല്ല വശം കിട്ടാൻ വേണ്ടിയിട്ട് പിൻ ചെയ്തിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വശം പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ള മെത്തേഡ് യൂസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പിൻ വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രം. പലരും പല രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല വശം നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചുളിവുണ്ടെങ്കിൽ അതൊന്ന് നിവർത്തി കൊടുക്കുക, അയൺ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ 2 സ്ട്രിപ്പ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്കേർട്ടിൻ്റെ 2 അറ്റത്ത് നമുക്ക് സ്ട്രിപ്പ് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ എത്രയാണ് എടുക്കുന്നത് അത് തന്നെ എല്ലാ സൈഡിലും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ വള്ളി വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ അറ്റത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് വെക്കുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ക്രോസ് ആക്കിയിട്ട് ഇതുപോലെ 2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ അടിഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ സ്ട്രിപ്പിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ആ സ്ട്രിപ്പിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറച്ചും കൂടി ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2-3 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.